പേഴ്സണെ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. I am presenting a well familiar person. നമ്മുടെ ഇടയിൽ നടന്ന, നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്ത, നമ്മുടെ ഇടയിൽ രോഗശാന്തി അയച്ച, നമ്മുടെ ഇടയിൽ ഭൂതങ്ങളെ പുറത്താക്കിയ ആ യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ചു കാണിക്കാൻ ആഗ്രഹിക്കുക. ആ യേശു ഒരു സാധാരണ വ്യക്തിയല്ലായിരുന്നു. ആ യേശു സർവശക്തനായ ദൈവമായിരുന്നു. നമ്മുടെ യേശു ആരാണ്? സർവശക്തനായത്. ആ ഒരു അറിവാണ് ഏറ്റവും വലിയ അറിവ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സർവശക്തനാണെന്നുള്ള ഒരു വലിയ ഉൾബോധം നമുക്കുണ്ടാകണം. ഒരു അറിവ് നമുക്കുണ്ടാകണം. ആ യേശുവിനെ നമുക്ക് അനുഭവിച്ച് അറിയാൻ നമുക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇവിടെ നസറേനായ യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നസറേനായ യേശു. നസറേത്തിൽ വളർന്ന യേശുവിനെ കുറിച്ച് സാധാരണ ആൾക്കാർ പറഞ്ഞതേ ഇവൻ നസറേനായ യേശുവാണ്. നസറേത്തിൽ വളർന്ന യേശു, ആ തച്ചന്റെ മകനായ യേശു. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു പബ്ലിക് ടോക്ക്. ഇവൻ ആ മറിയയുടെ മകനല്ലേ? ഇവൻ ആ യോസഫിന്റെ മകനല്ലേ? ഇവൻ നസറേത്തിനാണ്. ഇപ്പം യേശു യെരിഹോവിലൂടെ കടന്നു പോകുന്ന സമയത്ത് വഴിയരികിൽ ഒരു കുരുടലിരിപ്പുണ്ടായിരുന്നു. അവന്റെ പേര് ബർത്തിമായി എന്നായിരുന്നു. അവൻ ഒരു പുരുഷാരത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, അവൻ പോകുന്ന കണ്ടുകൊണ്ട്, ആ ശബ്ദത്തിന് മുമ്പിൽ അവൻ ചോദിച്ചു, ഈ പോകുന്ന ആരാണ്? ഇന്നുവരെ ഇല്ലാത്തൊരു ജനക്കൂട്ടം, ഇന്നുവരെ ഇല്ലാത്തൊരു ബഹളം, ഇന്നുവരെ ഇല്ലാത്തൊരു ആരവ ശബ്ദം. ഉടനെ അവർ പറഞ്ഞു, പോകുന്നത് നസറേനായ യേശുവാണ്. ആമേൻ. ആരാ പോകുന്നത്? നസറേനായ യേശു. പ്രൈസ് ദി ലോർഡ്. ഉടനെ അവൻ തിരിച്ച്, നസറേനായ യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ എന്നല്ല പറഞ്ഞത്. അവൻ പറഞ്ഞു, ദാവീദ് പുത്ര. ഓ ജീസസ്. ആമേൻ. അവൻ കേട്ട അറിവ്, an ordinary man who born and brought up in Bethlehem or Nazareth. അവന്റെ ജീവിതം അത്രേ ഉള്ളൂ. അങ്ങനല്ല അവൻ മനസ്സിലാക്കിയത്. ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവമാണ്.